നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ കന്നിക്കിരീടം സ്വന്തമാക്കാൻ ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയുമായുള്ള കലാശ പോരാട്ടം 3 മണിക്ക് നവി മുംബൈയിൽ. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ ടീം ഇന്ത്യ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ KS ശബരിനാഥിനെ ഇറക്കാൻ ഉറപ്പിച്ച് കോൺഗ്രസ്. കവടിയാർ വാർഡിൽ മത്സരിക്കും. പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി മുന്നണികൾ. സംസ്ഥാനമൊട്ടുക്കും തയ്യാറെടുപ്പുകൾ തകൃതിയിൽ. മുഖ്യമന്ത്രി അധിക്ഷേപിച്ച PMA സലാം ഒറ്റപ്പെടുന്നു. ജനറൽ സെക്രട്ടറിയുടെ പരാമർശം തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ. രാഷ്ട്രീയ വിമർശനം വ്യക്തി അധിക്ഷേപമാകരുതെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ. സലാമിനെ തങ്ങൾ തന്നെ തിരുത്തിയിട്ടുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി. സലാമിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ CPM. സലാമിനെ കൊണ്ട് ലീഗ് മാപ്പ് പറയിപ്പിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. PM3 വിവാദത്തിന് ശേഷമുള്ള ആദ്യ LDF യോഗവും CPM നേതൃയോഗങ്ങളും ഇന്ന് തലസ്ഥാനത്ത്. ചർച്ചയില്ലാതെ എന്തുകൊണ്ട് ഒപ്പിട്ടെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കും. CPM സംസ്ഥാന കമ്മിറ്റിയിലും വിമർശനമുയരാൻ സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗങ്ങളിൽ ചർച്ചയാകും. ബീഹാറിലെ ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ 2 നാൾ കൂടി. പട്നയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ വൈകിട്ട് 5 മണിക്ക്. രാഹുൽ ഗാന്ധി നാളെ വീണ്ടും ബീഹാറിലെത്തും. ജൻസുരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ JDU സ്ഥാനാർത്ഥി അനന്ത് സിംഗ് അറസ്റ്റിൽ. തന്ത്രപ്രധാന സൈനിക വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 ഇന്ന് ബഹിരാകാശത്തേക്ക്. വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ വൈകിട്ട് 5:26. ഉപഗ്രഹത്തെ വഹിക്കുക LVM-3 M5 റോക്കറ്റ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിക്ഷേപണമായതിനാൽ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ച് ISRO. വിശദമായി നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ വാർത്തയിലേക്ക് വരാം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ ഇന്ന്. കന്നിക്കിരീടം തേടി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇന്ന് നേർക്കുനേർ വരും. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ 3 മണിക്കാണ് മത്സരം. 7 തവണ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. എൽദോ പോൾ പുതുശ്ശേരി അല്പസമയത്തിനകം നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ ഉള്ളത്. കന്നിക്കിരീടം തേടി ടീം ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ്. ദക്ഷിണാഫ്രിക്കയും സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ്, കന്നിക്കിരീട പ്രതീക്ഷയിൽ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയും ഇന്ന് ഇറങ്ങുന്നത്. എൽദോ പോൾ പുതുശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. എൽദോ, അതായത് 2 തവണ കയ്യെത്തും ദൂരത്ത് നഷ്ടമായതാണ്. ഇത്തവണ നമ്മൾ വലിയ വിജയപ്രതീക്ഷയിലാണുള്ളത്, വലിയ ആത്മവിശ്വാസത്തിലാണ്, അത്രത്തോളം മികച്ച ഫോമിലാണ് നമ്മുടെ ടീം ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഇല്ലാത്ത ഒരു ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഒരു പുതിയ ചാമ്പ്യന്മാർ വരാൻ പോകുന്നു. അത് ഇന്ത്യ ആവട്ടെ ദക്ഷിണാഫ്രിക്ക ആവട്ടെ, ലോക ക്രിക്കറ്റിൽ, വനിതാ ലോക ക്രിക്കറ്റിൽ അതൊരു പുതിയ ചാമ്പ്യന്റെ പിറവിയായിരിക്കും. അത് സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് വഴിവെക്കും എന്നുള്ളതാണ് ഈ ഫൈനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ തുടക്കം അത്ര ഭദ്രമായിരുന്നില്ല ഈ ലോകകപ്പിൽ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ആണെങ്കിൽ പോലും വളരെ മങ്ങിയാണ് ഇന്ത്യ കയറിയത്. പക്ഷേ പിന്നീട് ഏറ്റവും ഒടുവിലായപ്പോൾ ഇന്ത്യ തെളിഞ്ഞു കത്തുന്നത് കണ്ടു. സെമി ഫൈനലായപ്പോഴേക്കും സെമി ഫൈനലിൽ ഓസ്ട്രേലിയ എന്ന ഇതിഹാസ ടീമാണ്, പ്രത്യേകിച്ചും പറയണം. അത് സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിട്ടപ്പോൾ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുക അത് പ്രയാസമുള്ള കാര്യമായിരുന്നു. അത് അസാധ്യമെന്ന് വിശ്വസിച്ചവരാണ് കൂടുതലും. പക്ഷേ ആ അസാധ്യങ്ങളെ സാധ്യമാക്കിയാണ് ഈ ഇന്ത്യൻ വനിതാ സംഘം ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയത്. ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടുമ്പോൾ ഇന്ത്യയെ പ്രധാനമായും അനുകൂലമാക്കുന്ന ഘടകം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസമാണ്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. അത് ബാറ്റർമാരുടെ കരുത്ത്,
ബോളിംഗിൽ ചെറിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഫീൽഡിംഗിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമായി കരുതുന്നുണ്ട് ടീം മാനേജ്മെന്റ്. അപ്പോൾ ബാറ്റർമാരുടെ മികവ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് ഏതാണ്ട് 8ാം നമ്പർ വരെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട് എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയം. ആ ബാറ്റിംഗിന്റെ ആഴം അത് പരമാവധി മുതലാക്കുക, പ്രയോജനപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഈ ലോകകപ്പിന്റെ ഫൈനലെത്തുമ്പോൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. DY പാട്ടീൽ സ്റ്റേഡിയം എന്നാൽ അവിടെ ബാറ്റിങ്ങിന് അനുകൂലമാണ്, മാത്രമല്ല സാധാരണ മത്സരവേദിയേക്കാൾ ബൗണ്ടറി ലൈൻ കുറവുമാണ്. അപ്പോൾ റൺ ഒഴുകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ പ്രധാനമായും കണക്കാക്കേണ്ടത്. ബാറ്റിങ്ങിന് അത്ര പ്രയാസകരമായിട്ടുള്ള പിച്ചല്ല, അതുകൊണ്ട് തന്നെ ടോസ് അത്ര പ്രധാനമാണ് എന്നും കരുതുന്നില്ല. പക്ഷേ ഫൈനലാണ്, ഫൈനലിൽ പലപ്പോഴും ഇത്തരം സമ്മർദ്ദങ്ങൾ ഒക്കെയാണ് പ്രധാനമായും മത്സരത്തിന്റെ ഗതി തന്നെ നിശ്ചയിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം എന്ത് തീരുമാനിക്കുമെന്നുള്ളത് കാത്തിരിക്കാം. ദക്ഷിണാഫ്രിക്കയുടെ ആത്മവിശ്വാസം, ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ തകർത്താണ് ഫൈനൽ വരെ എത്തിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. മാത്രമല്ല ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആ വേദിയിലെ കാണികളുടെ ആരവമായിരിക്കും. ഏതാണ്ട് 30,000-ന് മുകളിൽ കാണികളെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ ടീം. അതായത് ഇന്ത്യക്ക് വേണ്ടി ആർപ്പുവിളിക്കുന്ന ആ ആരാധകരെ കൂടി നേരിടണം ഈ ദക്ഷിണാഫ്രിക്കൻ ടീമിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും പുതിയൊരു ചാമ്പ്യൻ പിറക്കാൻ പോവുകയാണ് ഇന്ന് നവി മുംബൈയിൽ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ. അത് ഹർമൻപ്രീത് കൗറിലൂടെ ഇന്ത്യ ആ കിരീടം നേടുമെന്ന് പ്രതീക്ഷിക്കാം. സ്മൃതി മന്ദാന മികച്ച ഫോമിലാണ്. ക്രാന്തി ഗൗഡ് ഇന്ത്യയുടെ നല്ലൊരു പ്രതീക്ഷയാണ്. മാത്രമല്ല സെമി ഫൈനലിൽ സെഞ്ചുറി നേടിയ ജെമീമ റോഡ്രിഗസിനെ എങ്ങനെ പറയാതെ പോകും. ജെമീമ റോഡ്രിഗസിൻ്റെ ആ അന്നത്തെ ഒരു ആത്മവിശ്വാസവും പോരാട്ട വീര്യവും അത് ലോക ക്രിക്കറ്റിൽ അത് പുരുഷ ക്രിക്കറ്റ് എന്നോ വനിതാ ക്രിക്കറ്റ് എന്നോ വ്യത്യാസമില്ലാതെ തന്നെ വാഴ്ത്തപ്പെടുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സാണ് സെമി ഫൈനലിൽ കാഴ്ചവെച്ചത്. അപ്പോൾ അതുപോലൊരു പ്രകടനം ഇന്നും നമുക്ക് ആരാധകരെങ്കിലും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ബാറ്റർമാരുടെ കരുത്തിലൊപ്പം ബോളർമാരും കൂടി ഫോമിലേക്ക് എത്തിയാൽ എന്താണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്? അത് ലോക കിരീടം തന്നെയാണ്. ഒരുപക്ഷെ രാധാ യാദവിനെ ഒരുപക്ഷെ മാറ്റി മറ്റൊരു ബോളറെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ടീം 11-ൽ കാര്യമായിട്ടുള്ള മാറ്റം ഇന്ത്യ വരുത്താൻ സാധ്യതയില്ല. സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയ ആ സംഘത്തെ നിലനിർത്തി ആത്മവിശ്വാസത്തോടെ തന്നെ തുടരാനായിരിക്കും ഇന്ത്യ ഇന്ന് പ്രതീക്ഷിക്കുന്നതും. ആ ഒരു പ്രതീക്ഷയുടെ തേരിലേറിയാണ് ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ പോകുന്നത്. ആര്യ, യെസ്, തീർച്ചയായും. എൽദോ പോൾ പുതുശ്ശേരിയാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസ് എന്ന റെക്കോർഡ് കുറിച്ചാണ് ഇന്ത്യൻ വനിതകൾ ഫൈനലിലേക്ക് എത്തിയത് എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നിലുള്ള ടീം ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും 2 തവണ കൈവിട്ടുപോയ കപ്പാണ്, അത് ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ, ആ ദൃഢനിശ്ചയത്തിലാണ് നമ്മുടെ പെൺപുലികൾ ഇറങ്ങാൻ പോകുന്നത് ഇനിയിപ്പോൾ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ മത്സരം തുടങ്ങാൻ ബാക്കിയുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആകുമെന്നതിനാൽ തന്നെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തവണ നടക്കുക ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ തയ്യാറെടുക്കുന്ന മുന്നണികൾ ചിലയിടങ്ങളിൽ ചുവരെഴുത്തും ആരംഭിച്ചു കഴിഞ്ഞു. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സമാനമായ വീറും വാശിയും ഇത്തവണ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വോട്ട് വിഹിതം 25% ഉയർത്തുമെന്നാണ് BJPയുടെ അവകാശവാദം. അത് സാധ്യമായാൽ പലയിടത്തും അട്ടിമറി ഉറപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാമതും വിജയിക്കുമെന്ന ഇടതുമുന്നണിയുടെ പ്രഖ്യാപനം പൊള്ളയെന്ന് തെളിയിക്കണമെങ്കിൽ UDFന് ഇത്തവണ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയേ തീരൂ. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അത് അനിവാര്യം. വമ്പൻ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ തന്നെയാകും ഭരണമുന്നണിയുടെ ഇടതുമുന്നണിയുടെ ഇത്തവണത്തെ തുറുപ്പുചീട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊതുവെ ഇടത് അനുകൂലമാകാറുണ്ട് എന്നതാണ് ചരിത്രം. നിയമസഭയിൽ UDF വൻ വിജയം നേടിയപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDFന് ഇങ്ങനെയൊരു ന്യായം പറയാനാവില്ല. സംസ്ഥാന ഭരണത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ തദ്ദേശത്തിൽ തന്നെ വിജയിച്ചു തുടങ്ങണം. നിലവിലെ ചിത്രത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലാകെ LDFന് വൻ ആധിപത്യമാണ്. ഇന്നലെ ചേർന്ന കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയാണ് മുഖ്യ ചർച്ചയായതും. സർക്കാർ വിരുദ്ധ തരംഗമുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിൽ തന്നെ അത് പ്രകടമാക്കണം. കോർപ്പറേഷനുകളിലും നഗരസഭകളിലും സാന്നിധ്യം വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ ദിവസത്തെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ തുറപ്പുചീട്ട്.
മുഖ്യമന്ത്രിയുടെ പ്രചരണത്തിന് പിന്നാലെ പ്രാദേശിക തലത്തിൽ ഇത് വമ്പൻ പ്രചരണമാക്കി ഇടതു കേന്ദ്രങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. CPI തർക്കം താഴെ ഘടകങ്ങളിൽ എത്തിക്കാതിരിക്കാനും മുന്നണിയിൽ ജാഗ്രതയുണ്ട്. മധ്യ കേരളത്തിലെ പ്രകടനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികൾക്കും നിർണായകമാണ്. രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ അത് മധ്യ ജില്ലകളിൽ പ്രകടമാകും. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദലായി പുതിയ കൂട്ടായ്മകൾ ഉണ്ടാകുന്നതും അത് മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കുന്നതും ഇക്കാര്യത്തിൽ നിർണായകമാണ്. കിഴക്കമ്പലത്തെ 2020 ഇക്കുറി കളം മാറ്റി പിടിക്കുകയാണ്. സമീപത്തെ മറ്റു പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും ഇവർ വ്യാപിക്കുന്നു. വളരെ നേരത്തെ തന്നെ ഇവിടങ്ങളിൽ ഓഫീസ് തുറന്ന് ബദൽ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ജാതിമത വോട്ടുകളുടെ സ്വാധീനം പ്രകടമാവാറില്ല സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ അത് പ്രകടമായാലും അത്ഭുതമില്ല. അങ്ങനെയെങ്കിൽ ഇത് വിധി നിർണ്ണയിക്കുക മധ്യ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലാവും. കൊച്ചി കോർപ്പറേഷനിലും തൃശൂർ കോർപ്പറേഷനുമെല്ലാം ഇക്കുറി അഭിമാന പോരാട്ടം നടക്കും. 25% വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിടിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം. ഇത് സാധ്യമായാൽ പലയിടത്തും അട്ടിമറികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ്. കേന്ദ്രഭരണത്തിൽ BJP എത്തിയ ശേഷമുള്ള ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരിക്കും ഇത്തവണ സംസ്ഥാനത്ത് ഉണ്ടാകുക എന്നും അവർ പറയുന്നു. ഇതിനായി സംസ്ഥാന നേതാക്കൾ തന്നെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ BJPയുടെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങളാണ്. 2 ഇടങ്ങളും പിടിക്കണം. തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടുകയല്ല, മറിച്ച് കൂടുതൽ പഞ്ചായത്തിൽ ഭരണം പിടിക്കുകയാണ് ലക്ഷ്യം. നിയമസഭയിൽ വൻ നേട്ടമുണ്ടാക്കുമെന്ന അവകാശവാദം ശരിയെന്ന് തെളിയിക്കാൻ ഇക്കുറി ജില്ലാ പഞ്ചായത്തിലും വിജയിക്കണം. വെല്ലുവിളി അങ്ങനെ ഏറെയുണ്ട് BJPക്കും. മലബാർ പറയാൻ പോകുന്നത് കൃത്യമായ രാഷ്ട്രീയ സൂചനകളാകും. മലബാറിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകുമോ? ഉണ്ടായെങ്കിൽ അതാരെ തുണയ്ക്കും? പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഫലം നിശ്ചയിക്കുന്ന സൂചനകൾ കൂടിയാകും മലബാറിലേത്. 2-3 ദിവസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. കമ്മീഷൻ കേന്ദ്രങ്ങൾ ആ സൂചന നൽകുന്നുമുണ്ട്. ഇതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ചുവരെഴുത്തുകൾ പോലും ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോസ്, ന്യൂസ് 18. ഇനി ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. KS ശബരിനാഥനെ കളത്തിലിറക്കി തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ നിർണായക നീക്കവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയം. നഗരസഭയിലെ ആദ്യഘട്ട UDF സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിച്ചേക്കും. കവടിയാർ വാർഡിൽ KS ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കാനാണ് കോൺഗ്രസ് ക്യാമ്പ് തയ്യാറെടുക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കമാൻഡ് പ്രതിനിധിയുടെ നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം. മുൻ അരുവിക്കര MLAയും നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയുമായ ശബരിനാഥന് യുവ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് UDFന് വേണ്ടി തെരഞ്ഞെടുപ്പ് സർവേ നടത്തിയ ഏജൻസികളുടെ കണ്ടെത്തൽ. ശബരിക്ക് പുറമെ യൂത്ത് കോൺഗ്രസിലെയും മഹിളാ കോൺഗ്രസിലെയും സ്വീകാര്യതയുള്ള മുഖങ്ങളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നഗരസഭയിലെ 101 വാർഡുകളിലൂടെയും K മുരളീധരൻ നയിക്കുന്ന പദയാത്രയ്ക്ക് അടുത്ത ദിവസം തുടക്കമാകും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചേക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 50ഓളം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഘടകകക്ഷികളുള്ള ചർച്ച പൂർത്തിയാവാനുണ്ട്. അതിൽ RSP, കേരള കോൺഗ്രസ്, ജേക്കബ് യുവാവ് കേരള, CMP 3 പേരുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി. ഇനി മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായിട്ടുള്ള പൂർത്തിയാക്കാനുണ്ട്. അത് ഇന്ന് പൂർത്തീകരിച്ച് ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രാഥമിക പട്ടിക ഞങ്ങൾ പുറത്തിറക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 45 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഘടകകക്ഷികളുമായി അടക്കം ധാരണയിലെത്തിയതായാണ് സൂചന. നിലവിലെ 10ൽ നിന്ന് സ്ഥിതി മെച്ചപ്പെടുത്താനായില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. PM ശ്രീ വിവാദങ്ങൾക്ക് ശേഷം LDFന്റെ നേതൃയോഗം ഇന്ന് ചേരും. വൈകുന്നേരം 3:30 ചേരുന്ന നേതൃയോഗത്തിൽ സർക്കാർ സ്വീകരിച്ച ഒത്തുതീർപ്പ് നടപടികൾ ചർച്ചയാകും. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിടാൻ ഇടയായ സാഹചര്യവും CPM നേതൃത്വം മുന്നണി യോഗത്തിൽ വിശദീകരിച്ചേക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും.
തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി CPM. രാവിലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേർന്നു. 5-ാം തീയതിക്കകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണമെന്നാണ് CPMന്റെ തീരുമാനം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതടക്കമുള്ള ജനക്ഷേമ പദ്ധതികൾ മുൻനിർത്തി പ്രത്യേക പ്രചരണ പരിപാടികളും യോഗത്തിൽ തീരുമാനിച്ചു. അതേസമയം ഇടതുമുന്നണിയിൽ തർക്കത്തിനിടയാക്കിയ PM ശ്രീ പദ്ധതി സംബന്ധിച്ച ഒത്തുതീർപ്പിന് ശേഷം ഇതാദ്യമായാണ് CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേർന്നത്. മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ മഞ്ചേശ്വരത്ത് മാസങ്ങൾക്ക് മുൻപേ പ്രചാരണം തുടങ്ങി മുന്നണികൾ. മുസ്ലിം ലീഗിന്റെ പ്രസ്റ്റീജ് മണ്ഡലത്തിൽ AKM അഷ്റഫ് തന്നെ ഒരു വട്ടം കൂടി മത്സരിക്കും. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം പിടിച്ചെടുക്കാൻ ഇത്തവണ BJP കളത്തിലിറക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ML അശ്വിനിയാണ്. ഇതിനോടകം വീട് കയറിയുള്ള പ്രചാരണം BJP തുടങ്ങിക്കഴിഞ്ഞു. ത്രികോണ മത്സരത്തിൽ നിർണായകമാകുന്നത് ഇടത് സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് കൂടിയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു കൂടി പ്രചരണം ശക്തമാകുന്നു എന്നാണ് മഞ്ചേശ്വരം മണ്ഡലത്തെ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത്. എന്തായാലും ഇത്തവണ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അതിനായി BJP ജില്ലാ പ്രസിഡന്റ് കൂടിയായ ML അശ്വിനിയെ കളത്തിലിറക്കാനാണ് ധാരണയായിട്ടുള്ളത്. മഞ്ചേശ്വരത്തിൽ തന്നെ താമസിക്കുന്ന ഒരാളാണ്. കന്നഡ മേഖലയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. അങ്ങനെയാണ് ML അശ്വിനിയെ തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ട് ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് BJPയുടെ ഭാഗത്ത് നടക്കുന്നത്. അതിന് കലയെക്കൂട്ടി തന്നെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വീടുകൾ കയറിയിറങ്ങി കൃത്യമായ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. UDFിലേക്ക് വന്നാൽ മുസ്ലിം ലീഗിലെ ഇപ്പോൾ നിലവിലെ MLA ആയ AKM അഷ്റഫിന് തന്നെ ഒരു വട്ടം കൂടി ഇവിടെ അവസരം കൊടുക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനവുമായി AKM അഷ്റഫും രംഗത്തുണ്ട്. AKM അഷ്റഫും കൃത്യമായ ജനകീയ വിഷയങ്ങളിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിൽ പരമാവധി വീടുകളുമായി ഇത്തരത്തിൽ കേന്ദ്രീകരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. കാസർഗോഡ് ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഇടത്തും മുസ്ലിം ലീഗിനെ കാസർഗോഡായാലും മഞ്ചേശ്വരത്തായാലും കഴിഞ്ഞ തുടർച്ചയായ മത്സരങ്ങളിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ അത് വിട്ട് BJPക്ക് ഇങ്ങനെ ഒരു സീറ്റ് മഞ്ചേശ്വരത്ത് നിന്ന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം വന്നാൽ അത് കൃത്യമായ ആത്മഹത്യാപരം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. കൃത്യമായ ഒരു മത്സരം നടന്നാൽ, ത്രികോണ മത്സരം നടന്നാൽ അവിടെ BJP തന്നെ മഞ്ചേശ്വരത്ത് വിജയിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒട്ടേറെ പഞ്ചായത്തുകളെ ഭരണം നേടിയെടുക്കുക, അതാണിപ്പോ പാർട്ടി ഇപ്പോ ഉദ്ദേശം വെച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോ സ്ഥാനാർത്ഥി അശ്വിനി ML ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ശക്തമായി പ്രസിഡന്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതേസമയം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. കഴിഞ്ഞ എത്രയോ കാലമായി അവർ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷയും ആശയവുമാണ് ഇത്. അക്കൗണ്ട് തുറക്കും എന്നൊക്കെ പറയാൻ കേട്ടിട്ട് കാലം എത്രയോ ആയി. അതേക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്രാവശ്യം അക്കൗണ്ട് അവർക്ക് തുറക്കാൻ കഴിയുമെന്ന് ഉള്ള ഒരു ചുറ്റുപാടൊന്നുമില്ല, അത് കഴിയുകയുമില്ല. അതാണ് എനിക്ക് മഞ്ചേശ്വരത്തെ കുറിച്ചും കാസർഗോഡിനെ കുറിച്ചും പറയാനുള്ളത്. എന്തായാലും LDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ മാത്രമേ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവൂ. അത് കഴിഞ്ഞ നാളുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും LDFിനെ സംബന്ധിച്ചിടത്തോളം ബാലികര മലയാണ് ഈ മഞ്ചേശ്വരം മണ്ഡലം ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം 2006 CH കുഞ്ഞമ്പു വിജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കരുത്തനായ സ്ഥാനാർത്ഥി ഇറക്കി ഒരു ത്രികോണ മത്സരത്തിന് കളം ഒരുങ്ങുമോ ഈ മഞ്ചേശ്വരത്ത് എന്നതാണ് അത് ഇനി കാണുന്നത്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവും സജീവമാവുന്ന ഒരു കാഴ്ചയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലും സ്വാധീനമുറപ്പിക്കാൻ കരുനീക്കങ്ങളുമായി 2020 പാർട്ടി. കൊല്ലം ജില്ലയിലെ പത്തനാപുരം മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കാനാണ് നീക്കം. പല സ്ഥലങ്ങളിലും പോസ്റ്റർ പതിപ്പിക്കുന്നതും ചുവരെഴുത്തുകളും ഉൾപ്പെടെയുള്ള ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. തലവൂർ, പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി പഞ്ചായത്തുകളിലാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മറ്റ് മുന്നണികൾക്ക് മുൻപേ 2020 പഞ്ചായത്ത് കൺവെൻഷനുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. പൊതുസമ്മതരായ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഒറ്റപ്പെട്ട് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. പരാമർശത്തിൽ സലാമിനെ തള്ളിയ പാർട്ടി നേതൃത്വം
വ്യക്തി അധിക്ഷേപം പാടില്ലെന്ന നിലപാടിലാണ്. സലാമിനെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ തിരുത്തിയിട്ടുണ്ടെന്നും വ്യക്തി അധിക്ഷേപം ലീഗിന്റെ രീതിയല്ലെന്നും ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഞങ്ങളുടെ പൊതുപ്രസ്താവനകളുടെയും ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ വർത്തമാനത്തിൻ്റെ ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതിരൂക്ഷമായി വിമർശിച്ചു. ഞാനിപ്പോൾ അതിരൂക്ഷമായിട്ടല്ലേ വിമർശിച്ചത്. പക്ഷേ ലീഗിന് എപ്പോഴും ഒരു രീതിയുണ്ട്. വളരെ അന്തസ്സോടുകൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയില്ല. അന്തസ്സോടുകൂടി ഞങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം. പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നാക്കുപഴയും തെറ്റുമൊക്കെ പറ്റാം. എനിക്കുൾപ്പെടെ പറ്റാം. ആർക്കും വേണമെങ്കിലും പറ്റാം. പറ്റിയ പാർട്ടി അത് തിരുത്തും. യാതൊരു സംശയം. അത് തിരുത്താനുള്ള ഏറ്റവും വലിയ അവകാശം പാർട്ടി പ്രസിഡന്റ് തങ്ങൾക്ക് തന്നെയാണ്. തങ്ങൾ തന്നെ ഒന്ന് സലാമിനെ തിരുത്തി. അതേപോലെ നാളെ എനിക്ക് പറ്റി എന്നെയും തിരുത്തും. യാതൊരു സംശയവും വേണ്ട. പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു കൾച്ചർ, പാർട്ടിയുടെ ഒരു അത് വിട്ട് പാർട്ടി പോകില്ല. അങ്ങനെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ അത് പാർട്ടി പ്രസിഡന്റ് അത് തിരുത്തും. എന്നാൽ സലാമിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് CPM തീരുമാനം. PMA സലാമിന്റെ പ്രതികരണത്തെ കേരളത്തിലെ പൊതുസമൂഹം അപലപിച്ചു കഴിഞ്ഞു. ഏറ്റവും സ്ത്രീവിരുദ്ധമായ നമ്മുടെ നാടിന്, പുതിയ കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പരാമർശമാണിത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ അസഹിഷ്ണുതയാണ്. ഇനി ഒരിക്കൽ പോലും തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റില്ല. കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്നിടത്തോളം കാലം അത് മുന്നോട്ട് പോലും അസാധ്യമാണ് എന്ന് കണ്ടതിൽ നിന്നുള്ള വിഭ്രാന്തിയാണ് യഥാർത്ഥത്തിൽ PMA സലാമിനെ കൊണ്ട് ഇത് പറയിക്കുന്നത്. അപ്പൊ വ്യക്തിപരമായി അധിക്ഷേപിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാവുമോ എന്ന പരീക്ഷണമാണ് ഇവർ നടത്തുന്നത്. അത് അവസാനത്തെ കളിയാണ്. തീവ്രമായ വർഗീയത പടർത്താനും ഏകീകരണങ്ങൾ ഉണ്ടാക്കാനും, മുസ്ലിം ഏകീകരണം ഉണ്ടാക്കാനും മതപരമായ ഏകീകരണം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് പൂർണ്ണമായും മലപ്പുറം ജില്ല തള്ളിക്കളയും. മലപ്പുറം ജില്ലയുടെ പാരമ്പര്യവും സംസ്കാരവും ഇതല്ല. ഇത് പൂർണ്ണമായും മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ തള്ളിക്കളയും. കേരളീയ പൊതുസമൂഹം തള്ളിക്കളയും. ഇതിനെതിരായിട്ട് വ്യാപകമായ പ്രതിഷേധം ജില്ലക്കകത്ത് ഉയർന്നു വരുമെന്നാണ് CPIM പറയാനുള്ളത്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, അങ്ങനെ പാർട്ടി തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു സലാമിന്റെ ഈ അധിക്ഷേപ പരാമർശം. അക്ഷരാർത്ഥത്തിൽ സലാം ഒറ്റപ്പെട്ടിരിക്കുന്നു അല്ലേ? തീർച്ചയായും PMA സലാം നടത്തിയ ആ പ്രസ്താവന അതൊരിക്കലും പാർട്ടിയുടെ അന്തസ്സിന് ചേരുന്നതല്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങളും വ്യക്തിപരമായിട്ട് ഒരാളെ അധിക്ഷേപിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ശൈലിയിലെന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഇനി PMA സലാം ഇക്കാര്യം പിൻവലിച്ച് മാപ്പ് പറയുക എന്നത് മാത്രമായിരിക്കും ഒരു മുൻപിലുള്ള ഒരു കാര്യം. മാത്രമല്ല പാർട്ടി ഇത് ഏറ്റെടുക്കുന്നില്ല, പാർട്ടി ഇത് ഓൺ ചെയ്യുന്നില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും, അതായത് PMA സലാം പൂർണ്ണമായി ഒറ്റപ്പെട്ടു എന്ന് തന്നെ വ്യക്തമാണ്. PMA സലാമിൻ്റെ ഇന്നലത്തെ പ്രസ്താവന, അതായത് മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവരാണെന്ന തരത്തിലുള്ള പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന പൊതുനിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത്. നേരത്തെയും PMA സലാമിൻ്റെ വാക്കുകൾ ലീഗിന് തലവേദനയായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ മറ്റൊരു തരത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരെ കൂടി അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ മാത്രമല്ല ഒരു വിഭാഗത്തെ കൂടി അപമാനിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ചു. ഇത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ തന്നെ പ്രതിഷേധത്തിന് വഴിവെക്കുന്നതാണ്. നേരത്തെ തന്നെ CPM ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഇതിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടാകും. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ PMA സലാമിൻ്റെ വാക്കിലൂടെ മുസ്ലിം ലീഗിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ദുരിതപ്പോൾ സലാമിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടതാണ് ലീഗ് അതിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്. എന്നാണെങ്കിലും സലാം തന്റെ വാക്കുകൾ പിൻവലിക്കുമോ മാപ്പ് പറയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആര്യ, തീർച്ചയായും ഇനി പരാമർശം പിൻവലിക്കുമോ മാപ്പ് പറയുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. CV അനുമോദാണ് വിശദാംശങ്ങളുമായി ഒപ്പം ചേർന്നത്. ചിറ്റൂരിൽ കാണാതായ ഇരട്ട സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥിന്റെ മക്കളായ രാമൻ, ലക്ഷ്മണൻ എന്നിവരാണ് മരിച്ചത്. ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. ഇന്നലെ മുതലാണ് ഇരുവരെയും കാണാതായത്. ദാരുണാന്ത്യത്തിന്റെ ഞെട്ടലിലാണ് ചിറ്റൂർ ഗ്രാമം.
ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സഹോദരങ്ങളെ കാണാതായത്. ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താണ് ഇരുവരും ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്രത്തിൽ എല്ലാ വൈകുന്നേരങ്ങളിലും ഇരുവരും വിളക്ക് കത്തിക്കാൻ പോകാറുണ്ട്. ഇന്നലെയും ഇതിനായി പോയി. രാത്രിയായിട്ടും വീട്ടിൽ തിരികെ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു. അപകടം നടന്ന കുളത്തിന് സമീപത്തു നിന്നും ഇവരുടെ ബൈക്കും ചെരുപ്പുകളും കണ്ടെത്തി. പുലർച്ചെ കുളിക്കാനെത്തിയ ആളുകളാണ് ക്ഷേത്രക്കുളത്തിൽ നിന്നും ലക്ഷ്മണന്റെ ശരീരം കണ്ടെത്തിയത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും എത്തി മൃതദേഹം പുറത്തെത്തിച്ചു. പിന്നാലെ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ മൂത്തയാളായ രാമന്റെ മൃതദേഹവും കണ്ടെത്തി. ഇരുവർക്കും നീന്താൻ അറിയില്ലെന്ന് വീട്ടുകാർ പറയുന്നു. കുളിക്കാനല്ല, മീൻ പിടിക്കാനിറങ്ങിയതായിരിക്കുമെന്നാണ് പോലീസിന്റെ സംശയം. ചിറ്റൂർ ബോയ്സ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. ലക്ഷദ്വീപ് സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇടപ്പള്ളിയിൽ ജോലി ചെയ്യവെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാവ്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കലൂർ സ്റ്റേഡിയം നവീകരണത്തിന്റെ ഭാഗമായുള്ള ചുറ്റുമതിൽ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്റ്റോപ്പ് മെമ്മോ നാളെ നൽകും. മതിലിന്റെ കൂടുതൽ ഭാഗവും കാരണക്കോടം തോടിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലാണ് കെട്ടിയിരിക്കുന്നത്. GRZ നിയമലംഘനമാണെന്ന് GCDA എഞ്ചിനീയർമാരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് കലൂർ സ്റ്റേഡിയം ഉയർത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ കാരക്കോടം തോടിന്റെ സംരക്ഷണ ഭിത്തിയുടെ മുകളിൽ ബെൽറ്റ് വാർത്താണ് മതിൽ കെട്ടുന്നത്. തോട് എല്ലാ വർഷവും വൃത്തിയാക്കുന്നതുകൊണ്ടാണ് നഗരത്തിലെ വെള്ളക്കെട്ടും ഒഴിവാകുന്നത്. തോടിനടുത്തേക്ക് ചെളി കോരുന്നതിനായി JCBയും ലോറിയും എത്തേണ്ടതുണ്ട്. എന്നാൽ മതിൽ വരുന്നതോടെ ശുചീകരണം നടക്കില്ലെന്ന് പരിശോധനയിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതിനാൽ നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. നാളെ സ്റ്റോപ്പ് മെമ്മോ കൈമാറും. കാരണക്കുളം തോടിന്റെ സംരക്ഷണ ഭിത്തിയുടെ മുകളിൽ കയറിയാണ് നമ്മുടെ ചുറ്റുമതിൽ നിർമ്മാണം നടത്തുന്നത്. സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇത് ഞങ്ങളുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും GCDയുടെ എഞ്ചിനീയറും പരിശോധിച്ചതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് വയലേഷനാണെന്ന് കാണുകയും അത് നിർത്തുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അവർ പറഞ്ഞത് ഇത് CRZ സോണിൽ ഉൾപ്പെട്ടിട്ടുള്ള തോടാണ്, വേലിയേറ്റവും വേലിയിറക്കവും ഇതിനെ ബാധിക്കുന്ന തോടാണ്. അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഔദ്യോഗികമായി തിങ്കളാഴ്ച സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത്. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തോടുകളിലൊന്നാണ് കാരണക്കോടം തോട്. ഈ തോടിലൂടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടാൽ സ്റ്റേഡിയം റോഡ് ഉൾപ്പെടെയുള്ള നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകും. മതിൽ കെട്ടുന്നതിന് കോർപ്പറേഷനിൽ നിന്നും NOCയും ലഭിച്ചിട്ടില്ല. പ്രതിപക്ഷം സ്റ്റേഡിയത്തിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് മേയർ പരിശോധനയ്ക്കായി നിർദ്ദേശം നൽകിയത്. സ്റ്റേഡിയത്തിനുള്ളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നവംബർ 30-ന് പണി പൂർത്തിയാക്കി സ്റ്റേഡിയം GCDAയ്ക്ക് കൈമാറുമെന്നാണ് സ്പോൺസർ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം ചെറായിയിൽ 16-കാരൻ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും കടുത്ത നടപടിക്ക്. ഇന്നോവ കാറിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കും. 16-കാരന് 25 വയസ്സ് തികയും വരെ ലൈസൻസ് നൽകില്ല. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും RC ഓണർ വഹിക്കണമെന്നും നിർദ്ദേശിച്ചു. 16-കാരന്റെ പിതാവും RC ഓണറുമായ കലൂർ സ്വദേശി അബ്ദുൾ റഷീദിനെ ഇന്നലെ തന്നെ ഞാറയ്ക്കൽ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. പിതാവ് പോലീസിനോട് പറഞ്ഞത് മകൻ തന്റെ അറിവോടെ അല്ല വാഹനം എടുത്തുകൊണ്ട് പോയതെന്ന്. പിന്നീട് വാർത്തകളിലൂടെയും പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിപ്പിച്ചപ്പോഴാണ് മകൻ ചെയ്ത ഈ ഒരു ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞതെന്നും പിതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരം പിതാവിനെതിരെ കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചില നിർദ്ദേശങ്ങൾ കൂടി പോലീസ് നൽകുകയുണ്ടായി. അതായത് അപകടത്തിൽ പരിക്കേറ്റ വൃദ്ധയുടെ ചികിത്സാ ചിലവ് കുടുംബം ഏറ്റെടുക്കണം എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും കുടുംബം സമ്മതിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കും. ഈ 16-കാരന് 25 വയസ്സ് തികയുന്നതുവരെ ലൈസൻസ് എടുക്കാൻ പാടുള്ളതല്ല എന്നുകൂടി മോട്ടോർ വാഹന വകുപ്പും പോലീസും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതാണ് 16-കാരൻ എത്ര
അശ്രദ്ധമായാണ് ഈ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതെന്ന് നിരവധി വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുകയും നാട്ടുകാരൊക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നത്. ഒരു വൃദ്ധയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. അവരിപ്പോഴും ചികിത്സയിൽ തുടരുകയുമാണ്. പിതാവ് പറയുന്നത് പ്രകാരം വാഹനം വീട്ടിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ മറ്റൊരിടത്താണ് പാർക്ക് ചെയ്തിരുന്നത്. തൻ്റെ അറിവില്ലാതെ 16-കാരനായ തൻ്റെ മകൻ സുഹൃത്തുക്കളെയും കൂട്ടി വാഹനമെടുത്ത് രാവിലെ ചെറായി ബീച്ചിലേക്ക് പോയതാണ്. തിരികെ വരുന്ന വഴിയിൽ ആദ്യം ഒരു പ്രൈവറ്റ് ബസ്സിൽ ഇടിക്കുകയും പിന്നീടാണ് നിയന്ത്രണം വിട്ട വാഹനം പലയിടങ്ങളിലായി ഇടിക്കുകയും ആളുകളെ പരിഭ്രാന്തപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഈ ക്രിസ്റ്റ ഇന്നോവ ബ്ലാക്ക് കളർ കാറും 16 വയസ്സുകാരനെയും ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തത്. പിന്നീട് കുടുംബത്തെ വിളിച്ചു വരുത്തി പിതാവിനെതിരെ കേസെടുക്കുകയായിരുന്നു. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായിരുന്ന ബൈജു, രാധാകൃഷ്ണൻ തുടങ്ങിയവരെ വൈകാതെ ചോദ്യം ചെയ്യും. ഇവരുടെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും. കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. സുധീഷിനെ വിശദമായ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടതിന് തൊഴിലുടമ ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഷാർജ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യാബ് ലീഗൽ സർവീസസ് സ്ഥാപന ഉടമ സലാം പാപ്പിനിശ്ശേരിക്കെതിരെയാണ് മുൻ ജീവനക്കാരി രംഗത്തെത്തിയത്. മട്ടാഞ്ചേരി സ്വദേശി അൻഷീറ മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും പരാതി നൽകി. നിയമസഹായം വാഗ്ദാനം നൽകുന്ന യാബ് ലീഗൽ സർവീസസിൽ കഴിഞ്ഞ 5 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു അൻഷീറ. നേരത്തെ തന്നെ സ്ഥാപനത്തിൽ നിന്നും മാനസിക പീഡനവും നേരിട്ടിരുന്നു. അതിനെതിരെ പരാതിയും നൽകിയതാണ്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അകാരണമായി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടെന്നാണ് പെൺകുട്ടിയുടെ ആരോപണം. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തടഞ്ഞുവെക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. ഞാൻ 2020 ജാനുവരിയിലാണ് യാബ് ലീഗൽ സർവീസസ് എന്ന് പറഞ്ഞ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു നിയമസ്ഥാപനമാണെങ്കിലും ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ പാസ്പോർട്ട് അവിടെ പിടിച്ചു വെക്കും. പിന്നെ ചില ആളുകളെ കൊണ്ട് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ച് ബ്ലാങ്ക് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ചിട്ട് തമ്പ് മേടിക്കും. അങ്ങനെ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് സൈൻ ചെയ്ത് മേടിപ്പിച്ചു. പക്ഷേ ലാസ്റ്റ് ടൈമായിരുന്നു, എയർപോർട്ടിൽ നിന്നാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഈ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇവർ ഇൻഡിഫെയർ ചെയ്യുക, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമ്മളെ ചൂഷണം ചെയ്യുക, അതായത് നമ്മളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാളുടെ ഫേസ്ബുക്കിൽ പ്രൊഫൈലൊന്നും ലൈക്ക് അടിച്ചില്ലെങ്കിൽ, കമൻ്റ് ഇട്ടില്ലെങ്കിൽ സാലറി ഹോൾഡ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ നമ്മളെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ 2 ചാനലിൽ രംഗത്ത് വന്നതാണ്, കാര്യങ്ങൾ ഞാൻ അറിയിച്ചതാണ് പുറലോകത്ത്. കാരണം ഇവിടെ നിന്ന് ആരും പോയിട്ട് ഇനി പെട്ടുപോകരുത്. സ്ഥാപനം നൽകിയ മാനനഷ്ട കേസിനെ തുടർന്ന് വിദേശത്തേക്ക് മറ്റു ജോലിക്കായി പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അൻഷീറ. പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. 3 വിസ പുതുക്കി. ഓക്കെ, പിന്നെ അയാളായിട്ട് പറഞ്ഞു വിടുമ്പോൾ അങ്ങ് പോകാമെന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സഡൻലി അയാൾ എന്നെ ടെർമിനേറ്റ് ചെയ്യാണ് ഉണ്ടായത്. ഇല്ല, ഒന്നും പറഞ്ഞില്ല. അവർക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ അപ്പുറത്തെ കൊളീക്കുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റാണ്, അക്കൗണ്ട്സിൽ ഒരാളുമായിട്ട് നമ്മളൊരു പെൺകുട്ടിയോ ആരെങ്കിലും ആയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയാലും നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. മുഖ്യമന്ത്രി ആ ഒരു കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയെ വളരെയധികം ബഹുമാനിക്കുന്നു. കാരണം എൻ്റെ ഒരു പരാതി ഞാൻ മുഖ്യമന്ത്രിയുടെ PA-നെ വിളിച്ചു സംസാരിച്ചായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആ പരാതി പരിഗണിച്ചിട്ടുണ്ട്. ഞാൻ പുള്ളിക്ക് ബൈ റൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്, സ്പീഡ് പോസ്റ്റാണ് അയച്ചത്. അപ്പോൾ എൻ്റെ പരാതി പരിഗണിച്ചു. എന്നെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. യാബ് ലീഗൽ സർവീസസ് നെടുമ്പാശ്ശേരിയിൽ പുതിയൊരു ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ആളുകളെ ജോലിക്കെടുത്ത ശേഷം പ്രമോഷൻ എന്ന പേരിൽ വിദേശത്തേക്ക് കൊണ്ടുപോകുമെന്നും ഇവരെയും കെണിയിൽ വീഴ്ത്താനുള്ള സാധ്യതയുണ്ടെന്നും അൻഷീറ പറയുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും പോലീസിന് നൽകിയ മൊഴിയിലും
ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. കാരണം ഞാനും നിങ്ങളിൽപ്പെട്ട ഒരാളാണ്, ഞാനാണ് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എത്രമാത്രം ഇതിൽ പോരാടാൻ പറ്റും? ഞാനിപ്പോൾ 2 മാസമായി ഇതിൻ്റെ പുറകെ കണ്ടിന്യൂസ് നടക്കുന്നത്. ഇപ്പോൾ ദുബായിലെ നിയമം എന്നെ തുടച്ചില്ല, കാരണം ഞാൻ ഒപ്പിട്ട് കൊടുത്ത പേപ്പർ അത് അവരെന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചതാണ്. അപ്പോൾ വിശ്വാസവഞ്ചന എന്നോട് ചെയ്തത് ചതി തന്നെയാണ്. അപ്പോൾ ഒരു മുതലാളിമാരും പണമുണ്ട്, പണത്തിൻ്റെ പേരിൽ നമുക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പാവങ്ങളെ ഇങ്ങനെ ഇതാക്കരുതല്ലോ. കഷ്ടപ്പെട്ട പൈസയാണ്, അത് തരണം. സ്ഥാപന ഉടമ സലാം പാപ്പിനിശ്ശേരിക്കെതിരെ നിരവധി ജീവനക്കാരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് ബേവിഞ്ചിറയിൽ ദേശീയപാത നിർമ്മാണത്തിനെതിരെ ആത്മഹത്യാ ഭീഷണിയുമായി കുടുംബം. വീടിന് മുകളിൽ ഗ്യാസ് സിലിണ്ടർ എടുത്തുവെച്ചായിരുന്നു ഭീഷണി. കോടതി ഉത്തരവോടെ നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥർ വീട് പൊളിക്കാൻ എത്തിയപ്പോഴായിരുന്നു നാടകീയ നീക്കം. കെ വി ബൈജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, നിലവിലത്തെ സാഹചര്യം എന്താണ്? ആര്യ, ചെർക്കളയ്ക്ക് സമീപം ബേവിഞ്ചിയിലാണ് ഈ സംഭവം. അതായത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കാൻ നേരത്തെ ഇവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ കുടുംബം കോടതിയിൽ പോയതിനെ തുടർന്ന് അതിന് സ്റ്റേ വാങ്ങിയപ്പോൾ ആ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ്, ഇത്തരത്തിൽ നിർമ്മാണ കമ്പനിയുടെ ആളുകൾ എത്തിയപ്പോഴാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. ഇപ്പോഴും ഈ കുടുംബത്തിലെ ബഷീർ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥയിലുള്ളതാണ് വീട്. ഇയാളുടെ മകൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ ഗ്യാസ് സിലിണ്ടറും ഒപ്പം ഒരു കുപ്പി ഡീസലും ഇത്തരത്തിൽ എടുത്ത് ആത്മഹത്യാ ഭീഷണി എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ. ഇപ്പോഴും ആ കെട്ടിടത്തിന്റെ അതായത് ഇവരുടെ വീടിന്റെ മുകളിൽ ഇയാൾ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. ഏതായാലും പ്രദേശവാസികളെല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഈ മേഖലകളിൽ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. ഇതിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ മണ്ണിടിച്ചൽ രൂക്ഷമാണ് ഈ പ്രദേശത്ത്. ജില്ലാ കളക്ടർ പലതവണ ഇടപെട്ടതാണ്. മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടുത്തെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കരാറിന്റെ ഇവരുടെ വലിയ വ്യാപക പരാതി ഈ ഭാഗത്ത് ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഈ കുടുംബം ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇയാളുടെ ബഷീർ എന്ന് പറയുന്നവരുടെ മകൻ ഈ വീടിന്റെ മുകളിൽ കയറി ഈ ഗ്യാസ് സിലിണ്ടറും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡീസൽ ഒരു കുപ്പി ഡീസലുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കി ഇപ്പോഴും നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആര്യ, യെസ് ബൈജു, ഒരു കാര്യം, അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വീടും സ്ഥലവും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ കൃത്യമായി അതിന് നഷ്ടപരിഹാരം നൽകാറുണ്ടല്ലോ. ഇവരുടെ ഈ ഒരു അവിടെ നിന്ന് മാറില്ല, അല്ലെങ്കിൽ ഈ ഒരു നടപടിക്കെതിരെ പ്രതിഷേധം ഉയരാനുണ്ടായ ഒരു സാഹചര്യം, ഇത്തരത്തിൽ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് അല്ലെങ്കിൽ പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത്. അത്തരത്തിൽ ഒരു വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റിയാൽ അത് മറ്റ് അപകടങ്ങൾക്ക് വഴിവെക്കും എന്നതാണോ ഈ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആശങ്ക? അങ്ങനെ തന്നെ ആര്യ, ഈ വീട് പൂർണ്ണമായും ഏറ്റെടുക്കണമെന്നൊരു ആവശ്യമാണ് ഈ കുടുംബം പറയുന്നത്. കാരണം ഇതിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റിയാൽ പിന്നീട് അവിടെ താമസിക്കാൻ കഴിയാത്ത രീതിയിലാവും എന്ന് തന്നെയാണ് ഈ കുടുംബം ആശങ്കപ്പെടുന്നത്. അത് മാത്രമല്ല, സർവീസ് റോഡ് ഈ ഭാഗത്ത് ഇല്ലാത്തതും വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ വീണ്ടും കുന്നടിക്കാനുള്ള ഒരു നീക്കമാണ് ഈ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെ മണ്ണ് നീക്കാനും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ച് മാറ്റാനുമാണ് ഇന്ന് ഈ രാവിലെയോടുകൂടി കോടതി ഉത്തരവിന്റെ പകർപ്പുമായി ഈ കമ്പനി അധികൃതർ എത്തിയത്. പക്ഷേ കുടുംബം പറഞ്ഞത് ഈ പകർപ്പ് കിട്ടിയാൽ പോരാ, ഇതിൽ കോടതി ഉത്തരവ് ഉണ്ടെന്നതിൽ കൃത്യമായ രേഖ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കാണിക്കാൻ ഈ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ വിദ്യാനഗർ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമമെല്ലാം നടക്കുന്നുണ്ട്. ഈ കുടുംബം ആവശ്യപ്പെടുന്ന ഇതാണ്, ഈ വീട് പൂർണ്ണമായും ദേശീയപാത ഈ റോഡുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഏറ്റെടുക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ പറയുന്നത്. ഇതിനി വാസയോഗ്യമല്ലാത്ത ഒരു വീടായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകാതെ ഈ വീടിന്റെ പകുതി മാത്രം പൊളിച്ചു നീക്കി എങ്ങനെ ഇവിടെ താമസിക്കുമെന്നൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. വലിയ തോതിലുള്ള നാട്ടുകാരും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഇവർക്കൊപ്പം ഈ കുടുംബത്തിനൊപ്പം ചേർന്ന് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ മേഖലകളിലെ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഈ സർവീസ് റോഡില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ വാർത്തയായതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ പ്രതിഷേധവുമായി ഇപ്പോൾ കുടുംബവും എത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ആ പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടക്കം അവിടെ തുടരുകയാണോ ബൈജു? അതെ അറിയാം, നാട്ടുകാർ ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കെട്ടിട ഉടമയായ ബഷീറിന്റെ മകനാണ് ഈ മുകളിൽ കയറി നിന്ന് ഇത്തരത്തിൽ ഇപ്പോഴും ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ഇയാളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിന് കൃത്യമായ ഉറപ്പ്, രേഖാമൂലമുള്ള ഉറപ്പ് നൽകിയാൽ മാത്രമേ
താഴെ ഇറങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പോലീസ്, ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, പോലീസുമായി സംസാരിക്കുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കുടുംബം അത്രത്തോളം ഒരു ദയനീയത അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധവുമായി എത്തിയത്. നാട്ടുകാരും ഇവർക്കൊപ്പമുണ്ട്. നാട്ടുകാരും വലിയ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നിർമ്മാണ കമ്പനിക്കെതിരെ വലിയ എതിർപ്പാണ് ഈ മേഖലകളിലൊക്കെ ഉയരുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. തൽക്കാലം പ്രവൃത്തി ഇന്ന് നിർത്തിവെക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത്. അങ്ങനെ തൽക്കാലം ഒരു പരിഹാരമുണ്ടാക്കി ചർച്ചയിലൂടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ശ്രമിക്കുന്നത്. ഏതായാലും വീട് ഒരു ഭാഗം പൊളിച്ചു നീക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. വീട് പൂർണ്ണമായും ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ കൃത്യമായ നഷ്ടപരിഹാര തുക നൽകുക എന്ന ആവശ്യം തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. യെസ്, KV ബൈജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അമ്മയെ തള്ളിയിട്ട് കൊന്ന മകൻ പോലീസ് കസ്റ്റഡിയിൽ. പഴയകട സ്വദേശി ഓട്ടോറിക്ഷ തൊഴിലാളിയായ മനീഷാണ് അറസ്റ്റിലായത്. ഇയാളെ പോലീസ് റിമാൻഡ് ചെയ്തു. സ്ഥിര മദ്യപാനിയായ 38-കാരനായ മനീഷ് വീട്ടിൽ നിന്ന് ബഹളമുണ്ടാക്കുക പതിവായിരുന്നു. കഴിഞ്ഞ 22-ന് മനീഷ് ഭാര്യയെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമ്മ സുകുമാരി തടയാൻ ശ്രമിച്ചു. ഇതിലുള്ള പ്രകോപനം കാരണം മകൻ ഇവരെ പിടിച്ചു തള്ളുകയായിരുന്നു. തലയിടിച്ചു വീണ സുകുമാരിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ മാസം 25-ന് ഇവർ മരണത്തിന് കീഴടങ്ങി. 60 വയസ്സായിരുന്നു. തുടർന്ന് പൂവാർ പോലീസാണ് സംഭവത്തിൽ കേസെടുത്തത്. മനീഷും മരിച്ച സുകുമാരിയും ഓട്ടോറിക്ഷ തൊഴിലാളികളായിരുന്നു. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെ ഇറക്കി കളം പിടിച്ച് മുന്നണികൾ. പട്നയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കും. വൈകിട്ട് 5 മണിക്കാണ് റോഡ് ഷോ. ബഗുസാരയിലും ഖഗഡയിലുമായാണ് രാഹുൽ ഗാന്ധിയുടെ റാലി. അതിനിടെ മൊഗാമയിൽ ജൻസുരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ JDU സ്ഥാനാർത്ഥി അനന്ത് സിംഗിനെ അറസ്റ്റ് ചെയ്തു. വിഷയം NDAക്കെതിരെ ആയുധമാക്കുകയാണ് മഹാസഖ്യവും ജൻസുരാജ് പാർട്ടി. ഇന്ത്യയുടെ സൈനിക സേവനങ്ങൾക്ക് കരുത്തു പകരുന്ന വാർത്താവിനിമയ ഉപഗ്രഹം CMS-03യുടെ വിക്ഷേപണം ഇന്ന് വൈകിട്ട് 5:26-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. ബാഹുബലി എന്ന് പേരിട്ട് വിളിക്കുന്ന ISROയുടെ LVM-3 M5 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുക. അജയ് സുധ ബിജു നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ISROയുടെ ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രത്തോളം അതീവ രഹസ്യമായ ഒരുപക്ഷെ ഇത്തരത്തിലൊരു വിക്ഷേപണം ചർച്ച ചെയ്യുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും. അത്രത്തോളം രഹസ്യ സ്വഭാവം സ്വീകരിച്ചത് തന്നെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ തന്ത്രപ്രധാനമായ ഒരു വിക്ഷേപണം ആയതിനാൽ തന്നെയാകും അല്ലേ? അതെ, തീർച്ചയായിട്ടും ആര്യ. ഇപ്പോൾ നിലവിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു ചിത്രങ്ങളും അതുപോലെ തന്നെ വിവരങ്ങളും ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഈ ഒരു പുതിയ ഉപഗ്രഹത്തിൻ്റെ കൗണ്ട് ഡൗൺ അത് ഇന്നലെ തുടങ്ങി എന്നുള്ള വിവരം മാത്രമാണ് ISRO പുറത്തുവിട്ടിട്ടുള്ളത്. CMS-3 എന്ന് പറയുന്ന ഉപഗ്രഹമാണ് നിലവിൽ ഇന്ന് വിക്ഷേപിക്കുന്നത്. ഇതിന് GSAT-7R എന്നുള്ള മറ്റൊരു പേരും കൂടിയുണ്ട് ഈ ഉപഗ്രഹത്തിന്. ഇത് ISROയുടെ തന്നെ പേര് കേട്ടിട്ടുള്ള റോക്കറ്റായിട്ടുള്ള LVM-3 വഴിയാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഈ റോക്കറ്റ് നമുക്കറിയാം, LVM-3 M5 എന്ന് പറയുന്ന റോക്കറ്റ് ഇതിനു മുൻപേ നമ്മുടെ ചാന്ദ്രയാൻ 3 ദൗത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു റോക്കറ്റാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ബഹിരാകാശത്തെ എത്തിച്ച് ഒരു ചരിത്രം കുറിച്ചിട്ടുള്ള റോക്കറ്റാണ്. അപ്പോൾ അതുതന്നെ ഈ ഒരു വിജയകരമായി ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാനും ISRO ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിനു മുൻപേ ഉള്ള നമ്മുടെ സൈന്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉപഗ്രഹം എന്ന് പറയുന്നത് അത് GSAT-7 രുക്മിണിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത ജനറേഷനായിട്ടാണ് ഇപ്പോൾ പുതുതായിട്ട് ഈ CMS-3 എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5:26-നാണ് വിക്ഷേപണം തീരുമാനിച്ചിട്ടുള്ളത്. ബാഹുബലി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ LVM വിമാനത്തിൽ ഈ റോക്കറ്റിൽ ഇന്ന് വൈകുന്നേരം 5:26-ന് അതിനെ വിക്ഷേപിക്കും. അതിൻ്റെ കൗണ്ട് ഡൗൺ ഉൾപ്പെടെ ആരംഭിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ലോഞ്ച് പാഡിൽ വെച്ചാണ് വിക്ഷേപണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാവികസേനയ്ക്ക് വലിയ മുതൽക്കൂട്ട്
മുതൽക്കൂട്ടാകും ഈ ഉപഗ്രഹം എന്നാണ് വിലയിരുത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഇത് ഇന്ത്യയുടെ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, അതുപോലെ തന്നെ അന്തർവാഹിനികൾ എന്നിവയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇത് വന്നതിന് ശേഷം ഈ നാവികസേന, അതുപോലെ തന്നെ കരസേന, അതുപോലെ തന്നെ എയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ളവ ഈ 3 സേനകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് കൂടുതൽ വിജയകരമായി പൂർത്തിയാക്കാനാകും എന്നാണ് സൂചന. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഈ ഉപഗ്രഹം, അതുപോലെ തന്നെ റോക്കറ്റ്, മറ്റെല്ലാ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ നിർമ്മിതമാണ്. ഇതിനു മുൻപേ നമ്മൾ GSAT-7 രുക്മിണിയുടെ കാര്യമൊക്കെ ഉൾപ്പെടെ നോക്കിയാൽ അതിനുവേണ്ടി നമ്മൾ വിക്ഷേപണത്തിന് വേണ്ടി പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള റോക്കറ്റുകളെയും അതുപോലെ തന്നെ അവിടുത്തെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഉപഗ്രഹം തന്നെയാണ്. അത് തന്നെയാണ് ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം കൂടിയാണിത്. 4400 കിലോഗ്രാം ഭാരമുണ്ട് ഈ CMS-3 എന്ന് പറയുന്ന ഈ ഉപഗ്രഹത്തിന്. ഇത്രയധികം ഭാരം വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദൗത്യം കൂടിയാണിത്. ഇന്ത്യ ഇതിനു മുൻപേ GSAT-11 ഇതിനേക്കാൾ ഭാരമുള്ള ഒരു ഉപഗ്രഹം, അത് 5000-ന് മുകളിൽ ഭാരമുള്ള ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു. എന്നാൽ അത് ഇന്ത്യയുടെ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടല്ല ആ വിക്ഷേപണം നടന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇതിനു മുൻപേ ഉള്ള 2 ISROയുടെ ദൗത്യങ്ങൾ, ഇതിനു മുൻപേ LVS-2 ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണമാണെങ്കിലും അതുപോലെ തന്നെ റിസാറ്റ് ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണമാണെങ്കിലും രണ്ടും അത്രത്തോളം വിജയിച്ചില്ല, രണ്ടും പരാജയമായിരുന്നു എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് 2 പരാജയം നേരിട്ടത് കൊണ്ട് തന്നെ ISROയ്ക്ക് ഈ ദൗത്യം വിജയകരമാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ അധികം പുറത്തുവിടാത്തത്. എന്നാൽ ഇന്ന് വൈകുന്നേരം 5:26 തന്നെ ISROയുടെ ഔദ്യോഗിക സൈറ്റുകളിലെല്ലാം ഇതിൻ്റെ തത്സമയ സംപ്രേഷണം ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. തമിഴ്നാട്ടിൽ SIR-നെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ച സർവകക്ഷി യോഗം തുടരുന്നു. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ അടക്കം 45 പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ഷണമുണ്ടെങ്കിലും TVK പങ്കെടുക്കുന്നില്ല. PMK, AMMK, NTK തുടങ്ങിയ കക്ഷികളും വിട്ടുനിൽക്കുകയാണ്. ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ. ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അതിനിടെ വീണ്ടും ഇസ്രായേൽ ബന്ദികളുടേതെന്ന പേരിൽ ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ മാറിപ്പോയെന്നാരോപിച്ച് ഇസ്രായേൽ രംഗത്തെത്തി. വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി ഇസ്രായേലിലെത്തിയ 3 മൃതദേഹങ്ങളാണ് പരിശോധനയ്ക്ക് പിന്നാലെ ബന്ദികളുടേതല്ലെന്ന് സ്ഥിരീകരിച്ചത്. തുടർച്ചയായ 5ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാകുകയാണ്. വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും പലസ്തീനികൾക്ക് നേരെ വ്യാപക അതിക്രമമാണ് നടക്കുന്നത്. ആക്രമണത്തിൽ ഇന്നലെ മാത്രം 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ഖാൻ യൂനൂസിലാണ് രൂക്ഷമായ ആക്രമണം നടക്കുന്നത്. ജബാലിയയിൽ നിരവധി വസതികളും ആക്രമികൾ തകർത്തു. അതിനിടെ ഹമാസ് കൈമാറിയ മൃതദേഹം തങ്ങളുടെ പൗരന്മാരുടേതല്ലെന്ന ആരോപണവുമായി ഇസ്രായേൽ രംഗത്തെത്തി. വെള്ളിയാഴ്ച കൈമാറിയ 3 മൃതദേഹങ്ങൾ DNA ടെസ്റ്റിന് വിധേയമാക്കിയെന്നും ഹമാസ് കരാർ ലംഘനം ആവർത്തിക്കുകയാണെന്നുമാണ് ഇസ്രായേലിന്റെ പക്ഷം. അതേസമയം ഇസ്രായേൽ തടവിലാക്കിയ 30 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂടി ഇന്നലെ വിട്ടുനൽകി. ഗാസ മുനമ്പിലേക്ക് തിരികെ എത്തിച്ച ഈ മൃതദേഹങ്ങളിൽ ചിലതിൽ ക്രൂരമായ പീഡനങ്ങളുടെ തെളിവുകൾ കാണാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ആകെ ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം 225 പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മുൻപ് കൈമാറിയ പലസ്തീനികളുടെ മൃതദേഹങ്ങളിലും ക്രൂരമായ സൈനിക പീഡനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. അതേസമയം ഗാസ യുദ്ധത്തിനിടെ അറസ്റ്റ് ചെയ്ത പലസ്തീൻ തടവുകാരനെ ഇസ്രായേൽ സൈനികർ ഉപദ്രവിക്കുന്ന വീഡിയോ ചോർന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് ജനറൽ യുഫാറ്റ് തോമർ യെരൂഷൽമി രാജിവെച്ചു. വീഡിയോ ചോർന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് രാജി. വീഡിയോ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ 5 സൈനികർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബ്രിട്ടനിൽ ട്രെയിനിൽ കത്തിക്കുത്ത്. ഡോൺകോസ്റ്ററിൽ നിന്ന് ലണ്ടൻ കിങ്സ് ക്രോസിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിലാണ് ആക്രമണം ഉണ്ടായത്. 9 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. സംഭവത്തിൽ അക്രമി സംഘത്തിലെ 2 പേരെ അറസ്റ്റ് ചെയ്തു. നെല്ല് സൂക്ഷിക്കാൻ പൊതുമേഖലയിൽ സംഭരണശാലകളോ
കുത്തി അരിയാക്കാൻ റൈസ് മില്ലുകളോ കുട്ടനാട് പോലെയുള്ള പ്രധാന നെല്ലുൽപാദന കേന്ദ്രങ്ങളിൽ ഇല്ലാത്തതാണ് പലപ്പോഴും സ്വകാര്യ മില്ലുകൾക്ക് മുൻപിൽ കർഷകർക്കും സർക്കാരിനും അടിയറവ് പറയേണ്ടി വരുന്നത്. ഈ കാര്യങ്ങൾ മുഖവിലേക്കെടുത്താണ് തകഴി പഞ്ചായത്തിൽ 3 ഏക്കർ സ്ഥലത്ത് 26 വർഷങ്ങൾക്ക് മുൻപ് 6 കോടി രൂപ ചെലവഴിച്ച് റൈസ് മിൽ ആരംഭിക്കുന്നത്. ഇന്നും സംഭരണത്തിന്റെ പേരിൽ കർഷകർ ചൂഷണങ്ങൾക്ക് വിധേയരാകുമ്പോൾ ആ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. കുട്ടനാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് സ്വന്തമായി ഒരു സർക്കാർ മേഖലയിൽ ഒരു റൈസ് മില്ല് ഇല്ല എന്നുള്ളത്. അതായത് സ്വകാര്യ മില്ലുകളുടെ ധാർഷ്ട്യത്തിന് വിധേയരാകേണ്ടി വരുന്നത് തന്നെ സർക്കാർ മേഖലയിൽ അത്തരത്തിൽ മില്ലുകൾ ഇല്ലാത്തതാണ്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നത് ഇ കെ നായനാർ മന്ത്രിസഭയുടെ കാലത്ത് പണിത ഒരു റൈസ് മില്ലാണ് കുട്ടനാട്ടിൽ. അന്ന് സുശീല ഗോപാലൻ വ്യവസായ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ മില്ലിന്റെ പ്രവർത്തനം. ഇതിനുവേണ്ടി പണം അനുവദിക്കുകയും ഇങ്ങനൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പിന്നിൽ കാണുന്നത് ഒരുപക്ഷെ റൈസ് മില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. റൈസ് മില്ലിന്റെ ഒരു അസ്ഥിപഞ്ജരം പോലെ ഇതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ അന്ന് ഈ ഒരു കുട്ടനാട്ടിൽ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിരുന്നു. അതിനൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് ന്യൂസ് 18 പരിശോധിക്കുന്നത്. സുശീല ഗോപാലിന്റെ കാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും 2 തവണ ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തോമസ് ചാണ്ടി MLA ആയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഈ റൈസ് മില്ലുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിന്റെ ഉദ്ഘാടനങ്ങളും അതിന്റെ പ്രവർത്തനവും ഒക്കെ ക്രമീകരിച്ചത്. അന്നത്തെ കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. അല്ലെ, പേര് എങ്ങനെയാ? എൻ്റെ പേര് ER രാധാകൃഷ്ണപിള്ള. ഓക്കെ. അപ്പോൾ എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം? ഇതിന്റെ ഒരു പൂർണ്ണമായി നല്ലൊരു അവസ്ഥയിൽ കണ്ട ഒരാളാണല്ലോ താങ്കൾ. ഇത് ആദ്യ പ്രവർത്തനങ്ങളിലെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്തൊക്കെ ഇടപെട്ടിരുന്ന ആളാണ്. നല്ല രീതിയിൽ ആദ്യം നല്ല പ്രവർത്തനം വന്നു. 2 കോടി രൂപയാണ് ആദ്യം അനുവദിച്ചിരുന്നത്. ഏതാണ്ട് അത്രയും തുക തന്നെ ഇവിടെ മുടക്കി മുഴുവൻ മെഷീനറികളും ഇവിടെ എത്തി. ഇതിനോട് എന്തൊക്കെ മെഷീനറീസ് ആയിരുന്നു അന്ന് ക്രമീകരിച്ചത്? ഒരു മോഡേൺ റൈസ് മില്ലിന് ആവശ്യമായ മുഴുവൻ മെഷീനറികളും അതിനകത്ത് ഉണ്ടാകാവുന്ന മെഷീനറികളാണ് സാധാരണ ഉള്ളത്. അതെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കെട്ടിടം പണി ആരംഭിച്ചു. ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഈ മില്ലിൻ്റെ ഒരു ഗുണം, ഇതിനോട് തൊട്ടടുത്ത് സംസ്ഥാന വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഗോഡൗണുണ്ട്. അപ്പം ഇവിടെ വലിയ കപ്പാസിറ്റി ഉണ്ട്, സംഭരണശേഷിയുണ്ട്. അറകൾ പോലും അതിനകത്തുണ്ട്. നെല്ല് നിറയ്ക്കാവുന്ന അറകൾ പോലും അതിനകത്തുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുന്നത്. അത് പോരാഞ്ഞിട്ട് തൊട്ടടുത്ത് 2 കിലോമീറ്ററിനപ്പുറത്ത് പമ്പയാർ ഒഴുകുന്നുണ്ട്. ആവശ്യത്തിലധികം വെള്ളം ലഭിക്കും. ഇതുകൊണ്ടൊക്കെയാണ് ഇതിനെ തിരഞ്ഞെടുത്ത് ഇവിടെ തുടങ്ങിയത്. പറഞ്ഞിട്ട് കുട്ടനാടിൻ്റെ ഹൃദയഭാഗമാണ്. ഇത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുട്ടനാട്ടിന് ഇന്നത്തെ ഈ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു. മുഴുവൻ നെല്ലും ഇവിടെ എടുത്ത് സ്റ്റോർ ചെയ്ത് അരിയാക്കി സർക്കാരിന് കൊടുക്കാൻ പറ്റിയേനെ. ഒരുപക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്നും സ്വകാര്യ മില്ലുകളുടെ ഇടപെടൽ ഇതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിലുണ്ടായിരുന്നു. അന്ന് കുട്ടനാട്ടിൽ 4-5 സ്വകാര്യ മില്ലുകളുണ്ടായിരുന്നു. ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കുട്ടനാട്ടിൽ നിന്നവർക്ക് നെല്ല് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അവരതിന് ചെയ്ത കടുംകൈ, ഇത് ഇവിടുത്തെ ആറ്റിലെ വെള്ളം pH വാല്യൂ കൂടുതലുള്ളതാണ്, അത് മോഡേൺ റൈസ് മില്ലിന് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, നല്ല അരി കിട്ടില്ല എന്നൊരു പ്രചരണം നടത്തി. അതിന് ആവശ്യമായ സമ്മർദ്ദം സർക്കാർ ചെലുത്തി. സർക്കാർ അതിനുവേണ്ടി മദ്രാസ് IIT കൊണ്ട് ഇവിടെ ഒരു പഠനം നടത്തി. അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് മോശമല്ല എന്നാണ്. എന്നാൽ പോലും ആ റിപ്പോർട്ട് മറച്ചു വെച്ചു. എന്താണെന്ന് വെച്ചാൽ മോശമാകാൻ സാധ്യതയില്ല. ഏരിയൽ ഡിസ്റ്റൻസിൽ 2 കിലോമീറ്ററിനപ്പുറത്ത് ചമ്പക്കുളത്ത് ഒരു മോഡേൺ റൈസ് മില്ലുണ്ട്. ഇന്നും അത് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സ്വകാര്യ മേഖലയിലാണ്. വളരെ വലിയ രീതിയിൽ ഇന്ന് സർക്കാരിൻ്റെ നെല്ലെടുക്കുന്ന ഒരു മോഡേൺ റൈസ് മില്ലാണ്. അപ്പോൾ ഇതിന് ഒരു കംപ്ലൈൻറ്റും പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ പല ഘട്ടങ്ങളിലും ഈ മില്ലുകാരുടെ സമ്മർദ്ദവും നെല്ല് സംഭരണത്തിൽ കാലതാമസം ഉണ്ടാകുമ്പോഴെല്ലാം ഈ റൈസ് മില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും ഏറ്റവും ഒടുവിലായിട്ടുള്ളതാണ് ചെങ്ങന്നൂർ റൈസ് പാർക്ക്. 5.18 ഏക്കർ വസ്തുവാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 66 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം നിലച്ചിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും അഡ്വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ പോലുമില്ല. അവിടെ റൈസ് പാർക്ക് എന്നാണ് പറഞ്ഞത്.
അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അടക്കം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണമാണ് അവിടെ പ്ലാൻ ചെയ്തത്. അതുപോലും അട്ടിമറിക്കത്തക്ക രീതിയിൽ ഇദ്ദേഹം സൂചിപ്പിച്ചത് പോലെ ഇതിൻ്റെ പിന്നിലൊരു കോക്കസ് ഉണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് ആർജവമുണ്ടായിരുന്നുവെങ്കിൽ 24,000 ടൺ നെല്ല് സംഭരിക്കാനുള്ള ശേഷിയാണ് ചെങ്ങന്നൂരിലെ റൈസ് പാർക്കിന് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആകെപ്പാടെ കഴിഞ്ഞ സീസണിൽ ഉൽപ്പാദിപ്പിച്ചത് 5,80,000 ടണ്ണാണ്. 2 വർഷം കൂടിയിരിക്കുമ്പോഴെങ്കിലും ഒരു റൈസ് മില്ല് സ്ഥാപിച്ചാൽ ഞങ്ങളുടെ ഈ പ്രതിസന്ധിക്ക് അയവ് വന്നേനെ. ഈ സ്വകാര്യ മില്ലുകാരുടെ സമ്മർദ്ദത്തിനും അയവ് വന്നേനെ. ഞങ്ങൾക്ക് മാന്യമായിട്ട് ഞങ്ങളുടെ നെല്ല് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉടലെടുത്തേനെ. പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് ഈ റൈസ് മില്ലിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റിന് വേണ്ടി പണിത കെട്ടിടമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ഇതിന്റെ ഒരു സാഹചര്യം ഇപ്പോൾ ഇതിനകത്തൊരു കാട് പോലെ എന്ന് പറയാം. അതെ, ഇപ്പോൾ കാട് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പിന്നെ ദീർഘകാലമായിട്ടുള്ള ഒരു കാലവിളംബം ഇതിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം 2018 വെള്ളപ്പൊക്കത്തിൽ ഈ മിഷനറികളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് വരെ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ അതിനുശേഷം ഇതെല്ലാം പോയതിനു ശേഷം പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. 2018 വരെ മില്ല് പ്രവർത്തിച്ചിട്ടില്ല. ഇതിൻ്റെ ഈ പറയുന്ന യൂണിറ്റ് പിന്നെ പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല. അതായത് 6 കോടിയുടെയാണോ? എത്ര എമൗണ്ട് ആയിരുന്നു അന്നത്തെ പ്രോജക്റ്റിൽ വെച്ചിരുന്നത്? 6 കോടിയിൽ 2 കോടി അനുവദിച്ചിട്ടുണ്ടായി. അതിനാണ് ഈ പണികൾ നടത്തി കുറച്ച് മെഷീനറികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എത്ര കാലം ഇതിന്റെ ഒരു നിർമ്മാണം നടന്നു? ഏതാണ്ട് ഒരു 1.5-2 വർഷം എഴഞ്ഞാണ് നീങ്ങിയത്. ആ സമയത്താണ് നടന്നിട്ടുള്ളത്. ശരിക്കും കർഷകർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാകുന്ന ഒരു അതുപോലെ സംശയമുണ്ടോ? കർഷകർ ഞങ്ങൾ ഇതിന്റെ കൂടുതൽ ഗോഡൌൺ സ്പേസും ഒക്കെ ഉണ്ട്. എല്ലാ സംവിധാനത്തോടും കൂട്ടിയിട്ടാണ് ഇവിടെ. അതുകൊണ്ടാണ് ദീർഘവീക്ഷണത്തോട് കൂട്ടിയിട്ടാണ് ഇതിങ്ങനെ ഇവിടെ പ്ലാൻ ചെയ്തത്. ഏതാണ്ട് കൃഷ്ണൻ കണിയാമ്പറമ്പിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് അതങ്ങനെ ഈ യൂണിറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ഒരു കാര്യം ചെയ്തു. പക്ഷേ ഇവിടെ നടത്തിയാൽ വലിയൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ നെല്ല് മുഴുവനും ഇവിടെ സംഭരിക്കാനും അത് അരിയാക്കി വിപണിയിൽ എത്തിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അത് പറഞ്ഞ് വേറൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് 2 സൗകര്യമാണ്. വണ്ടിക്കും വരാം, കുട്ടനാടൻ മേഖലയിൽ നിന്ന് വള്ളത്തിൽ ഇവിടെ സാധനം എത്തിക്കുന്നതിന് ഈ നെല്ല് ഇവിടെ കൊണ്ടുവന്ന് സംഭരിക്കാനായിട്ടുള്ള വലിയൊരു സൗകര്യം ഇവിടെ ഉണ്ട്. മറ്റുള്ള പ്രദേശത്തെ പോലെയല്ല, വണ്ടിക്കായിരിക്കും ഒരുപക്ഷെ എല്ലാ മില്ലുകളിലെയും ചരക്ക് എത്തുന്നത്. ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് ഈ പറയുന്ന ജലമാർഗവും കരമാർഗവും ഇവിടെ എത്തിക്കാൻ കഴിയും. ഞങ്ങളെപ്പോലുള്ള സാധാരണ കർഷകർക്ക് ഞങ്ങളുടെയൊക്കെ വള്ളത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് വളരെ ഒരു സഹായകരമായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന ഇന്ന് 10-12 ദിവസമായ നെല്ലുകൾ കിടക്കുമ്പം ഈ മില്ലുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അത് സർക്കാർ കാണുന്നില്ലെന്നുള്ളതാണ് വളരെ ഖേദകരം. ഇതിന് പരസ്യം കാണാം, ഗോഡൌൺ സൗകര്യം ലഭ്യമാണെന്ന്. ഇങ്ങനൊരു സൗകര്യം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് കർഷകർ ഈ പാടവരമ്പത്തും അവിടെ ഇവിടെയൊക്കെ ഈ നെല്ലിടേണ്ടി വരുന്നത്. അതും ഒരു കഷ്ടമാണ്. അതെ അതെ, പണ്ട് കാലത്ത് ധാരാളം കർഷകർ അവരുടെ നെല്ല് ഇവിടെ കൊണ്ട് സൂക്ഷിക്കുമായിരുന്നു. അനുവദിക്കുന്നില്ല. ഇന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ ഗോഡൌൺ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. അവരുടെ റേഷൻ അരി ഇവിടെയാണ് സംഭരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം കർഷകർക്ക് ഇതിനകത്ത് അനുവാദമില്ല. മുമ്പ് കർഷകർ ഇവിടെ സംഭരിച്ചിരുന്നു. അതിൽ തന്നെ തേക്കിന്റെ അറകളൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അല്ലെ? തടിയറകളുണ്ട്. 12ഓളം തേക്കിന്റെ അറകൾ ഇതിനകത്തുണ്ട്. വലിയ അറകൾ. അത് വിത്ത് സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. തടിയിൽ സൂക്ഷിക്കുന്ന അല്ലേ? തടിയിൽ സൂക്ഷിക്കുന്നത്. അതൊക്കെ ഇപ്പൊ കൂട്ടിയിട്ടിരിക്കുക, ഉപയോഗിക്കുന്നില്ല. ആരും ഇവിടെ വിത്ത് സംഭരിക്കുന്നില്ല. അതാണ്, ഉള്ള ഫെസിലിറ്റീസ് പോലും ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഗോഡൌൺ സൗകര്യം ലഭ്യമാണെന്ന് പറഞ്ഞ് കോൺടാക്ട് നമ്പർ ഒക്കെ ഇവിടെ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇവിടെ കിടക്കുമ്പോഴും നമുക്കറിയാം കർഷകർ പാടവരമ്പത്തും വീടിന്റെ മുറ്റത്തും നനഞ്ഞ വെള്ളമുള്ള ഈർപ്പമുള്ള പാടത്തുമൊക്കെയാണ് ഇപ്പോഴും നെല്ല് സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും സംഭരണത്തിന്റെ കാര്യങ്ങൾ തീരുമാനമാകുമെന്ന് പറയുമ്പോഴും വളരെ കുറച്ച് മില്ലുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതും വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. സുശീല ഗോപാലൻ അമ്പലപ്പുഴ MLAയും സംസ്ഥാനത്തെ വ്യവസായ മന്ത്രിയുമായിരുന്ന കാലത്താണ് ഇത്തരത്തിലൊരു റൈസ് മില്ല് തകഴിയിൽ കർഷകർക്കായി കൊണ്ടുവരുന്നത്. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ പിന്നെ അതിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല. 2018 പ്രളയം ചൂണ്ടിക്കാട്ടി ഇവിടെയുള്ള മറ്റു ഉപകരണങ്ങൾ കൂടി കടത്തിക്കൊണ്ടുപോയി. ഒടുവിൽ സ്വകാര്യ മില്ലുകൾക്ക് കീഴടങ്ങുന്ന രീതിയിൽ ഇതൊരു അസ്ഥിപഞ്ജരമായി ഇപ്പോഴും നിലകൊള്ളുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ.
സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,310 രൂപ, പവന് 74,480 രൂപ. വെള്ളി ഗ്രാമിന് 160 രൂപ, കിലോഗ്രാമിന് 1,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. നമസ്കാരം.